പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പുറത്തോട്ട് നിങ്ങൾ വ്യൂവേഴ്സിന്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയിക്കണം എന്നുള്ള കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി കുറേ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഞാനത് ഇപ്പോഴൊന്നും അത് നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ബൈ ദ വേ, ഇൻ കേസ് ഈ കേസ് ഇങ്ങനെ ഒന്നും ആവാതെ പോകുന്നൊരു സാഹചര്യത്തിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതങ്ങനെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചതാണ്. ഇനി അല്ലാതെ കുറച്ച് കാര്യങ്ങൾ, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മേ ബി ഈ ഒരു കേസ് അന്വേഷിക്കുന്നവരും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചാൽ റീസൺ മനസ്സിലാവും. സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ പയ്യനോട് ഈ ഒരു കേസ് അന്വേഷിക്കുന്നവരും ഈ ഒരു കേസിൻ്റെ പിന്നാലെ പോകുന്ന മീഡിയാസിനൊക്കെ ഇപ്പോഴും കിട്ടാത്തൊരു തുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് റീസണിൻ്റെ മുകളിലാണ് ഈ പയ്യനെ ഇത്രത്തോളം ആളുകൾ ചേർന്നിട്ട് മർദ്ദിച്ചില്ലാതാക്കിയത്? അതാണ് ഒരു എല്ലാവരും ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നത്. അതിൽ തന്നെ ഒരു പെൺകുട്ടി കൊടുത്ത കേസിനെ കുറിച്ചും അതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരൊറ്റ കേസിൻ്റെ മുകളിൽ ഇപ്പോൾ സിദ്ധാർത്ഥനോട് ഇത്രത്തോളം വൈരാഗ്യം തോന്നി, സിദ്ധാർത്ഥനെ അടിച്ച് ഇത്രയും ക്രൂരമർദ്ദനം നടത്തി ആൾക്കൂട്ട വിചാരണ ചെയ്ത് ഇല്ലാതാക്കാൻ ആ ഒരൊറ്റ കേസിൻ്റെ മുകളിലാവുമ്പോൾ ആ പെൺകുട്ടി ഇനി എന്ത് പറയും? അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്ത് ചെയ്തിട്ടാണ്? ആ പെൺകുട്ടി കൊടുത്തതാണോ ഈ പിള്ളേരോട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെയൊക്കെ സംശയം ആ പെൺകുട്ടിയുടെ നേരെയും പോകും. കേസ് കൊടുത്ത പെൺകുട്ടിയുടെ നേരെ. ആൻഡ് കേസ് കൊടുത്ത ടൈമിങ്, സിദ്ധാർത്ഥൻ മരിച്ച ദിവസമാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്, ഈ സംഭവം കേസായിട്ട് പോകുന്നത് കോളേജ് പാനലിന് മുന്നിൽ. അപ്പം അങ്ങനത്തെ കുറേ സംശയങ്ങൾ, ഇങ്ങനെ ഡൗട്ട്സ് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിതെന്തോ ഒരു പാർട്ടി നറേറ്റീവ് മാതിരി തോന്നുന്നു. ഈ സ്ത്രീ വിഷയം വലിച്ചിട്ടിട്ട് ഈ വീട്ടുകാരെ ഡിഫെൻസീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തതാണോ എന്നൊക്കെ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക പേഴ്സ്പെക്റ്റീവിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൂടുതൽ ഇന്നർ ഡീപ്പായിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് പോയ സമയത്ത് എനിക്ക് കിട്ടിയ കുറച്ച് വാട്സാപ്പ് ചാറ്റും വോയിസും കുറച്ച് എനിക്ക് പേഴ്സണലി കിട്ടിയ കുറച്ച് മെസ്സേജും കാരണം ഞാനിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇപ്പം ഞാൻ നിങ്ങളോട് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഇതിങ്ങനെയാണോ എന്നുള്ളൊരു സംശയം മാത്രമാണ്. ഈ സംശയത്തിൽ കൂടുതലായിട്ട് അന്വേഷിക്കാൻ പോലീസാണ് വേണ്ടത്, കാരണം ഞാൻ അന്വേഷിക്കാൻ ആരുമല്ല. പിന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ വലിയ മീഡിയാസ് ഇതൊന്നും അന്വേഷിക്കണം. ഇന്നത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, സിദ്ധാർത്ഥൻ്റെ മരണം കൊലപാതകമോ അടിമുടി ദുരൂഹത, അധികൃതർ അറിയുന്നതിന് മുമ്പേ ആംബുലൻസ് എത്തി, കോളേജിൽ ആംബുലൻസ് എത്തിയത് ഉച്ചയ്ക്ക് 1:30, സ്റ്റേഷനിൽ വിവരം അറിയുന്നത് വൈകിട്ട് 4:30. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം ഇതിൽ ദുരൂഹത തന്നെയാണ്. അതായത് ഈ സിദ്ധാർത്ഥൻ്റെ മരണ വാർത്ത, സിദ്ധാർത്ഥനെ തല്ലിയത്, ഇതിൻ്റെ ഒരു റീസൺ, പിന്നെ സിദ്ധാർത്ഥൻ്റെ മരണം ഉണ്ടായതിന് ശേഷം ആ മരണത്തിനെ കവർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തോ വേറൊരു റീസണെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയൊരു രാഷ്ട്രീയമാണ് എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ്. അതായത് എനിക്ക് ആദ്യം വരുന്ന ഒരു കമൻ്റാണ്. ഓക്കെ, ഇത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പാർട്ടിക്കളിയാണെന്ന് ശരിക്കും ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണിത്. പാർട്ടിക്കളിയാണ് എന്ന് പറഞ്ഞ് കുത്തിട്ടിട്ടാണ് ശരിക്കും ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം ഉണ്ടായതാണ് ആ ഒരു കമൻറ്റിൽ ആദ്യം പറയുന്നത്. ഈ സിദ്ധാർത്ഥൻ ക്ലാസ് റെപ്പ് ആയിരുന്ന സമയം അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തനെ അവൻ തന്നെ ഇതുപോലെ ഇടപെട്ട് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തിരുന്നു. ആ ഇവൻ തന്നെ ഇങ്ങനെ ഒരു കേസിൽ വന്നപ്പോൾ സ്റ്റുഡൻസ് പ്രകോപിതരായി അവനെ മർദ്ദിച്ചു. എനിക്ക് ഈ കേസിൽ നിന്ന് ഇതാണ് മനസ്സിലായത്. സിദ്ധാർത്ഥൻ ഫസ്റ്റ് ഇയർ റെപ്പ് ആയിട്ടുണ്ടെങ്കിൽ അവനൊരു SFI അനുഭാവി ആയിരിക്കും. ഇങ്ങനെ ഒരു കമൻ്റ് എനിക്ക് വന്നത് ഞാൻ കൃത്യമായിട്ട് അന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ഫോക്കസ് പോയത് മൊത്തം സിദ്ധാർത്ഥൻ ക്ലാസ് റെപ്പ് ആയിരുന്ന സമയത്ത് അവിടെ നടന്നൊരു ഇൻസിഡൻ്റാണ്. ഓക്കെ, ആ ഇൻസിഡൻറ്റിൽ സിദ്ധാർത്ഥൻ ഇൻവോൾവ് ചെയ്ത് ആ ഇൻസിഡൻറ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിക്ക് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തു. ക്ലിയർ? ഇതേ വിഷയത്തെക്കുറിച്ച് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഫസ്റ്റ് ഇയറിൽ നടന്ന സംഭവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, അത് ഇത് അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും തോന്നുന്നതാണ്. അങ്ങനെ ഒരു പരാതി അവർക്കുണ്ടെങ്കിൽ ഞാൻ ന്യൂസിൽ കണ്ടു 14-ാം തീയതി എന്തോ പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞു.
14-ാം തീയതി പ്രശ്നം നടന്നിട്ട് അങ്ങനെ 15, 16, 17, 18 ഈ പ്രശ്നം നടക്കുന്നതിന് രാവിലെ വരെ അവരവിടെ പോയിരുന്നു. പരാതി കൊടുക്കണമെങ്കിൽ അപ്പോൾ അതിന് പിറ്റേന്ന് പരാതി കൊടുക്കണം. ഇവിടെ രക്ഷകർത്താക്കളുണ്ട്, അവിടെ ഡീനുണ്ട്, അവിടുത്തെ പോലീസുണ്ട്. അപ്പോൾ അവർ കൊടുക്കണം, പരാതി കൊടുത്ത് ആക്ഷൻ എടുക്കണം. അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവരെ കൂടെ നിൽക്കും. ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 100% പെൺകുട്ടിയുടെ കൂടെ നിൽക്കും. ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം വരെ എന്തിനാ കാത്തു നിന്നത്? അല്ലെങ്കിൽ ഈ കൊല്ലുന്നവരെന്തിനാ കാത്തു നിന്നത്? അവൻ്റെ അത്രയ്ക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളതാണ്. ഈ ഒരു പെണ്ണ് കേസ് വന്നെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ അവൻ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു പെണ്ണിനെ അവൻ്റെ കൂടെ പഠിച്ച ബാച്ച് അവൻ്റെ കൂട്ടുകാരി കഴിഞ്ഞ വർഷം ഒരു ലൈഫ് സ്റ്റോക്കിൽ ഒരു ഇൻസ്പെക്ടറെ പീഡിപ്പിച്ചതാണ് അവൻ്റെ കൂട്ടുകാരി. അതൊന്നും മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ആ കോളേജിൽ അവന് ക്ലാസ് ഉപരോധിക്കുക, അവൻ്റെ ഡീനിൻ്റെ ഓഫീസ് ഉപരോധിച്ചതും അവൻ്റെ ക്ലാസ് ഉപരോധിച്ചതും എല്ലാം എൻ്റെ മോനും കൂടെ ചേർന്നിട്ടാണ്. ആ കുട്ടിക്ക് നീതിക്ക് വേണ്ടിക്ക് അത് ചെയ്തില്ല, അത് കിട്ടിയില്ല. അവസാനം എൻ്റെ മകനെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും നിരന്തരം ഫോൺ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് മാറ്റിയിട്ട് മണ്ണുത്തിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് അതിന് മുന്നിട്ട് നിന്നതും സിദ്ധാർത്ഥനാണ്, എൻ്റെ മകനാണ്. അതുകൊണ്ട് അവൻ ആ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൊണ്ട് ആ കുട്ടിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ള ഒരു വാട്സപ്പ് സന്ദേശം നമുക്കുണ്ട്. ഫസ്റ്റ് ഇയറിൽ നടന്ന ഇൻസിഡൻറ്റ് സിദ്ധാർത്ഥൻ ഇൻവോൾവ് ചെയ്ത് ഡീനിൻ്റെ ഓഫീസ് വരെ ഉപരോധിച്ച് ആ കുട്ടിക്ക് നീതി മേടിച്ചു കൊടുത്തു. ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിൻ്റെ ഇഷ്യൂ ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി റിസീവ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഞാനിവിടെ വായിക്കാം. ഞാൻ സിദ്ധുവിൻ്റെ കൂടെ 11th 12th പഠിച്ചതാണ്. അന്ന് എൻ്റെയും അവൻ്റെയും കൂടെ പഠിച്ച ഒരു ഗേൾ, എൻ്റെ ഫ്രണ്ടും കൂടിയാണ് അവൾ. ഷീ ഗോട്ട് അഡ്മിഷൻ ഇൻ പൂക്കോട്, ആദ്യം ഇവൻ്റെ കോളേജിൽ. അവിടെ വെച്ചൊരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സർവീസ് കോട്ടയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഇവരുടെ ബാച്ചിൽ കയറിയ ഒരാൾ. ഹീസ് മാരീഡ് ആൻഡ് ഹീ ഹാവ് എ കിഡ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ബ്രസ്റ്റിൽ കയറി പിടിച്ചു. അവൾ പേടിച്ച് ഓടി സിദ്ധുവിനോട് കാര്യം പറഞ്ഞു. സിദ്ധാണ് അന്ന് ഡീനിന് കംപ്ലൈൻറ്റ് കൊടുത്തതും അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തതും അയാൾക്ക് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തതും. കുറേ അതിൻ്റെ പുറകിൽ നടന്നു അവൻ. മിനിസ്റ്ററിന് എന്നിട്ട് അവൾക്ക് മണ്ണുത്തി തൃശ്ശൂരിലോട്ട് ട്രാൻസ്ഫർ കൊടുത്തു. അയാൾ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സിദ് അസിസ്റ്റൻറ്റ് CRP ആയതുകൊണ്ട് തന്നെ അവൻ അന്ന് സമരം നടത്തി തിരിച്ച് കയറ്റാതിരിക്കാൻ അയാളെ. ഇത് നടന്ന ഇഷ്യൂ ആണ്. ബട്ട് കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊന്നും വിശ്വസിക്കില്ല. ഞാനും അവനും നൈറ്റ് 11 വരെ പുറത്ത് നിന്നിട്ടുണ്ട്. എന്നെ വീട്ടിൽ സേഫായിട്ട് എത്തിക്കും. അങ്ങനെ പാരൻസ് വരുന്ന വരെ വെയിറ്റ് ചെയ്യും. അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട്. ഒന്നില്ലെങ്കിൽ അയാൾ ഗേൾ തെറ്റിദ്ധരിച്ചത്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞു. ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് പേഴ്സണലി റിസീവ് ആയിട്ടുണ്ടായിരുന്നു. ഈ മെസ്സേജിനകത്ത് ഈ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറെ കുറിച്ച് പറയുന്നുണ്ട്, ഈ ഇഷ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. സിദ്ധു ഇൻവോൾവ് ചെയ്ത് സിദ്ധാർത്ഥൻ ഡീനിന് കംപ്ലൈൻറ്റ് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. ഇപ്പം സിദ്ധാർത്ഥൻ്റെ കേസിൽ സിദ്ധാർത്ഥൻ്റെ ഫാമിലി അടക്കം പറയുന്നത് ഡീനിനൊക്കെ ഇതിൽ ഭയങ്കരമായിട്ടുള്ള പങ്കുണ്ട്, അവരിത് മറച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എനിക്കിത് കംപ്ലീറ്റ്ലി വായിച്ച സമയത്തും ഈ സംഗതിയെക്കുറിച്ച് ഓർത്ത സമയത്തും എൻ്റെ മൈൻഡിലൂടെ പോകുന്നത് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വ്യക്തിയിൽ ഇവർക്കൊരു ദേഷ്യം വരാൻ, ഒരു വൈരാഗ്യം വരാൻ ഏറ്റവും വലിയ റീസണായിട്ട് മേ ബി ഈ ഒരു പ്രശ്നമായിരിക്കും. കാരണം ഡീനിനെ അന്ന് സിദ്ധാർത്ഥൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓഫീസ് ഉപരോധവും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആരാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഇഷ്യൂവിൽപ്പെട്ട ഇതേപോലൊരു ഇഷ്യൂ വന്നപ്പോൾ അയാൾക്കെതിരെ സംസാരിച്ച് അയാളെ എന്താ പറയുക, ഒരു സസ്പെൻഷൻ മേടിച്ചു കൊടുത്തൊരു വ്യക്തി കൂടിയാണ് സിദ്ധാർത്ഥൻ. ഇനി അയാൾക്കും പാർട്ടിക്കും തമ്മിൽ എന്തെങ്കിലും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതൊക്കെ മീഡിയയും പോലീസും അന്വേഷിക്കേണ്ടതാണ്. എന്താണെങ്കിലും ഒരു റീസണും ഇല്ലാതെ ഇത്രയും ആളുകൾ ചേർന്നിട്ട് ഈ പയ്യനെ ഇത്രയും ക്രൂരമായി ഉപദ്രവിക്കുക, അതും അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഒരു എന്താ പറയുക കേസ് വന്നപ്പോൾ അത് കംപ്ലൈൻറ്റ് കിട്ടുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി സ്വന്തം ക്ലാസ്സിലുള്ള ഒരു പയ്യനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സിദ്ധാർത്ഥനെ മർദ്ദിക്കുക, അങ്ങനെ ഒരു റീസൺ അല്ല. അതൊരു റീസൺ അല്ലല്ലോ. മർദ്ദിച്ച് ഇല്ലാതാക്കുക, അതിനൊരു റീസൺ വേണ്ടേ? എനിക്ക് തോന്നുന്നത് മേ ബി ഈ ഫസ്റ്റ് ഇയറിൽ നടന്ന ഈ ഒരു ഇൻസിഡൻറ്റ് പോലീസും മീഡിയാസും കൃത്യമായി അന്വേഷിച്ച് കഴിഞ്ഞാൽ മേ ബി ഇതിൻ്റെ പിന്നിൽ ഇനി വല്ല പാർട്ടി വൈരാഗ്യം അല്ലെങ്കിൽ ആളുകളുടെ വ്യക്തി വൈരാഗ്യം ഉണ്ടോ എന്നുള്ളത് ഒന്ന് കൃത്യമായി അന്വേഷിക്കുന്നത് നല്ലതാണ്. ആൻഡ് ഓൾസോ ഞാൻ ഇതിലൊരു വാട്സാപ്പ് ചാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏത് പെൺകുട്ടിയാണോ
സിദ്ധാർത്ഥനെതിരെ കേസ് കൊടുത്തത്. ആ പെൺകുട്ടി വേറൊരു പയ്യൻ അയച്ച മെസ്സേജാണ്, മുഹമ്മദ് ഡാനിഷ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം പിടിച്ച 12 പേരിൽ ഒരാളാണ് ഈ മുഹമ്മദ് ഡാനിഷ്. ഡാനിഷിന് അയച്ച മെസ്സേജ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്സാപ്പൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഈ മെസ്സേജ്, ഈ വാട്സപ്പ് ചാറ്റ്, ഇത് ജെനുവിനായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഒന്നുകൂടി ഇതിൻ്റെ ജെനുവിനിറ്റി പരിശോധിക്കുന്നവർക്ക് പരിശോധിക്കാം. എന്താണെങ്കിലും ഈ ഒരു വാട്സാപ്പ് ചാറ്റ് ഇതിൽ കൃത്യമായിട്ട് ഈ പെൺകുട്ടി ഈ ഡാനിഷിനോട്, മുഹമ്മദ് ഡാനിഷിനോട് പറയുന്നുണ്ട്, അവൻ നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു, പിന്നത് അവൻ എന്നെ കയറി ടച്ച് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വാട്സാപ്പ് ചാറ്റ് ഇവിടെ ഏത് പെൺകുട്ടിയാണോ കേസ് കൊടുത്തത് ആ പെൺകുട്ടി ഈ പയ്യനെ അയച്ചതായിട്ടാണ് അറിയുന്നത്. ഓക്കെ, പക്ഷേ ഇതിലിനി ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് ഓക്കെ, ഈ പെൺകുട്ടി ഇന്നലെ മുതലും അല്ലെങ്കിൽ 2 days ബിഫോറൊക്കെ ഈ പെൺകുട്ടിയുടെ കേസ് കൊടുത്തത് 18-ാം തീയതിയാണ്. ഈ പെൺകുട്ടിക്ക് ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, പെൺകുട്ടിക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ളതായിട്ടുള്ള സംശയങ്ങൾ പറയുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഈ പെൺകുട്ടിയെയും പ്രതിയാക്കി ഈ ലിസ്റ്റിലേക്ക് ചേർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. ഈ പെൺകുട്ടി ഈ സംഭവം നടന്ന് 17-ാം തീയതി ഓക്കെ, ഈ സിദ്ധാർത്ഥനെയായിട്ടോ ഈ കോളേജായിട്ടോ ഒന്നും ഒരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിക്ക് ഈ കേസ് കൊടുത്ത പെൺകുട്ടി അയച്ചൊരു വാട്സാപ്പ് ചാറ്റ് ഞാനിവിടെ വയ്ക്കാം. അപ്പോൾ ഡെക്കറേഷൻ എന്നാണ്, കുറേ ഡെക്കറേഷൻ ചെയ്യാനുണ്ടായിരുന്നു. നൈറ്റ് വരെ ഒക്കെ പണി ഉണ്ടായിരുന്നു. അതായത് അന്ന് ആ ദിവസം, ഈ സംഭവം നടന്ന ദിവസം, ഈ പെൺകുട്ടിയെ സിദ്ധാർത്ഥൻ ടച്ച് ചെയ്തു എന്ന് പറയുന്ന ദിവസത്തിലെ കാര്യം അവിടെ വേറൊരു വ്യക്തിയോട് ഈ കേസ് കൊടുത്ത പെൺകുട്ടി നറേറ്റ് ചെയ്യാണ്. ഇത് ഫെബ്രുവരി 17-ാം തീയതി ചാറ്റാണ്. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ എന്നോട് മോശമായിട്ട് പെരുമാറി. അതുകൊണ്ട് ഇപ്പോൾ മെൻസ് ഹോസ്റ്റലൊക്കെ ഭയങ്കര സീനാണ്. ഫെബ്രുവരി 17-ാം തീയതി ആ പെൺകുട്ടി വേറൊരു പയ്യനോട്, അതായത് ഈ കോളേജുമായിട്ടോ സിദ്ധാർത്ഥനായിട്ടോ ഒന്നും ബന്ധമില്ലാത്ത വേറൊരു വ്യക്തിയോട് പറയുകയാണ്, ഫെബ്രുവരി 17-ാം തീയതി ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളടക്കം ഈ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് ഈ പയ്യനെ സീനാക്കുകയാണ്. അതിനാൽ മെൻസ് ഹോസ്റ്റൽ മൊത്തം സീനാണ്. അതായത് ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഓക്കെ, അവൻ എനിക്ക് അയച്ച മെസ്സേജാണ് ഞാൻ നിനക്ക് ഫോർവേഡ് ആക്കി തന്നത്. ആ മെസ്സേജ് അൺഫോർച്ചുനേറ്റ്ലി പോയിട്ടുണ്ട്. അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ആ മെസ്സേജ്, കാരണം അത് ഈ വ്യക്തിക്ക് എടുത്തു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഈ വ്യക്തി വിചാരിക്കുന്നില്ല ഇങ്ങനൊരു സംഭവം സംഭവിക്കും, ഈ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറി എന്ന് പറയുന്ന ഈ വ്യക്തി ഇങ്ങനെ ഒരവസ്ഥയിൽ മരിച്ചു പോകുന്നുള്ളതൊന്നും ഈ വ്യക്തി അപ്പം ചിന്തിക്കാത്തതുകൊണ്ട് ആ പെൺകുട്ടി അന്ന് അയാൾക്ക് അയച്ച മെസ്സേജ് അയാൾ എടുത്തു വെച്ചിട്ടില്ല. പക്ഷെ ആ മെസ്സേജിനകത്ത് സിദ്ധാർത്ഥൻ ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്നോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ സംഭവിക്കില്ല എന്നുള്ള രീതിയിലുള്ള അയച്ചതായിട്ടുള്ളൊരു മെസ്സേജാണ് എന്നുള്ളത് ആ വ്യക്തി ഓർത്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മെൻസ് ഹോസ്റ്റലിൽ ഭയങ്കര സീനാണ് എന്നുള്ളത് 17-ാം തീയതി ഈ പെൺകുട്ടിക്ക് അറിയാം. ഈ പെൺകുട്ടി അത് കൃത്യമായിട്ട് വേറൊരാളോട്, അതായത് ഈ കോളേജുമായിട്ട് ഒന്നും ബന്ധമില്ലാത്ത ഒരാളോട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്ലഷറിന് വേണ്ടി എന്തേലും കാട്ടും, ബട്ട് ആ പെങ്കൊച്ച് അതൊരു ലൈഫ് ലോങ് ട്രോമയാണ്. അതെനിക്ക് അവൻ തന്ന് അതിൻ്റെ പിന്നാലെ എൻ്റെ പേര് പോലും അറിയാത്ത കുറേ ആളുകൾ അവന് കയറി ഷോ നടത്തി. ഓക്കെ, അരുതാത്ത സംഭവിച്ചു. അവിടെയും എല്ലാത്തിനും കാരണം ഞാനാണല്ലോ എന്നൊരു കുറ്റബോധമുണ്ട്. ഈ പെൺകുട്ടി ഈ പറഞ്ഞ വ്യക്തിക്ക് അയച്ച മെസ്സേജാണ് ഇപ്പം ഞാനിവിടെ നിങ്ങൾക്ക് വായിക്കുന്നത്. ആ പെൺകുട്ടിയുടെ പേര് പോലും അറിയാത്ത, അതായത് ഈ പെൺകുട്ടിയും ഈ പയ്യനും തമ്മിലുള്ള ഇഷ്യൂ, സിദ്ധാർത്ഥനും തമ്മിലുള്ള ഇഷ്യൂ, സിദ്ധാർത്ഥൻ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനോട് പറഞ്ഞ ടൈമിൽ അത് അവിടെ സോൾവ് ആക്കിയെന്ന് ആ പയ്യൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി പിന്നെ വീട്ടിലായിരുന്നു. ഈ കാര്യം നടന്ന് ഈ പെൺകുട്ടി വീട്ടിൽ പോയി. വീട്ടിലുള്ള സമയത്താണ് വേറൊരാൾക്ക്, അതായത് ഈ കോളേജും ഈ പെൺകുട്ടിയായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്കാണ് ഈ പെൺകുട്ടി ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പെൺകൊച്ച് പറയുന്നുണ്ട് അവൾക്ക് ട്രോമ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ട്രോമ ഉണ്ടാവാം, കാരണം പെട്ടെന്ന് ഒരാളുടെ കയ്യിൽ നിന്നൊരു അങ്ങനത്തെ ഒരു ബിഹേവിയർ വന്നപ്പോൾ ചിലപ്പോൾ ട്രോമയിലായിരിക്കാം, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയെ പോലും അറിയാത്ത ആളുകൾ എന്തിനാണ് ഈ ഷോ കാണിച്ച് ഇത്ര ക്രൂരമർദ്ദനം സിദ്ധാർത്ഥനെ നടത്തിയത്? അപ്പം അതിൻ്റെ റീസൺ സിദ്ധാർത്ഥനെ കിട്ടാൻ നിൽക്കുകയായിരുന്നോ ഈ ആളുകൾ?
സിദ്ധാർത്ഥനോട് ഇവർക്കുണ്ടായ വൈരാഗ്യം അത് എവിടുന്ന് വന്നു? അത് ജസ്റ്റ് സിദ്ധാർത്ഥൻ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കും. സീനിയേഴ്സിന് മുന്നിലോ അല്ലെങ്കിൽ ജൂനിയേഴ്സിന് മുന്നിലോ ഒക്കെ പെൺകുട്ടികളോടും ബാക്കിയുള്ളവരോടും അല്ലെങ്കിൽ എല്ലാവരോടും ഭയങ്കരമായിട്ട് സംസാരിക്കും, ആളുകളായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിളാവും. അതുകൊണ്ട് വരുന്നൊരു ഈഗോ കൊണ്ട് ഒരാളെ തല്ലിക്കൊല്ലേണ്ട രീതിയിലുള്ള ദേഷ്യം വരൂ? എനിക്കറിയില്ല. അങ്ങനെ വരില്ല. അങ്ങനെ വരിക എന്നുണ്ടെങ്കിൽ പിന്നെ അതെന്താ പറയുക, വല്ല മദ്യത്തിൻ്റെയോ ലഹരിൻ്റെയോ ഇതിൽ സമയത്ത് തലയെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ ആ ഈഗോ പുറത്ത് ചെയ്യണം. പക്ഷേ ഇത് 3-4 ദിവസമാണ് ഈ മർദ്ദനം നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു അബോധാവസ്ഥയിലുള്ള മർദ്ദനത്തിൻ്റെ കാര്യമൊക്കെ കൊണ്ട് ഒഴിവാക്കാം. അപ്പം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായി 3-4 ദിവസം ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ പയ്യനെ അവിടെ ഈ ഒരു സ്ത്രീ വിഷയം പറഞ്ഞ് മർദ്ദിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദർ ഇസ് എ റീസൺ. ആ റീസൺ എനിക്കിപ്പോൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ തോന്നുന്നത് ഈ ഫസ്റ്റ് ഇയറിൽ നടന്ന സംഭവമാണ്. കാരണം ഭയങ്കര സംഭവമല്ലേ ഫസ്റ്റ് ഇയറിൽ ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർക്ക് സിദ്ധാർത്ഥൻ്റെ നേതൃത്വത്തിൽ സസ്പെൻഷൻ മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡീൻ അടക്കമുള്ളവർ പ്രഷറൈസ്ഡ് ആവും അതിനകത്ത്, ഇല്ലേ? അവിടെ പല ഇൻവോൾവ്മെൻറ്റുകളും വരും. അപ്പോൾ അന്ന് ആ കേസിൽ ഇങ്ങനെ ഇത്രയും ഫയറായിട്ട് നിന്ന ഇവൻ ഇപ്പം ഇങ്ങനെ ഒരു പെൺകുട്ടീനോട് ചെയ്തല്ലേ, എന്നാൽ ഇവനെ കാണിച്ചു കൊടുക്കുക, ഇവനെ അങ്ങോട്ട് മാറ്റിച്ചു വിടാം എന്ന് പറഞ്ഞ് ഇത് പാർട്ടിപരമായിട്ട് ഇറങ്ങിയതാണോ അതോ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇതിൻ്റെ മുകളിൽ ഇറങ്ങിയതാണോ എന്നുള്ളതൊക്കെ ഇനി പോലീസ് കണ്ടുപിടിക്കുക. എന്താണെങ്കിലും ഈ പെൺകുട്ടിയുടെ ചാറ്റ് ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇത് പുറത്തുള്ളൊരു വ്യക്തിയോട് പറഞ്ഞതാണ്. ഇനി ആ വ്യക്തിയുടെ തന്നെ ഒരു വോയിസ് കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. ഞാൻ എന്തായാലും വോയിസ് ഞാൻ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്രോ, ഈ പറയുന്ന കുട്ടീനെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നതാണ്. സോ ഇങ്ങനൊരു ഇൻസിഡന്റ്, അതായത് ഈ ഇപ്പോൾ മരിച്ച സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ കുട്ടി ഈ പറയുന്ന ആളെ മോശമായി പെരുമാറി എന്ന് പറയുന്ന ദിവസം ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചതാണ്. പക്ഷെ അന്ന് ആ കുട്ടി പറഞ്ഞത് അത് അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടീനോട് പറഞ്ഞിട്ടുണ്ട്, അവനത് പറഞ്ഞ് സോൾവ് ആക്കി എന്നാണ്. കാരണം ഈ മെസ്സേജ് അയക്കുമ്പോൾ അവൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. തിരിച്ച് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതായത് മെൻസ് ഹോസ്റ്റലിൽ കുറെ വിഷയങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പക്ഷെ ഇവള് നാട്ടിലിരിക്കുമ്പോൾ ഇവളുടെ വീട്ടിലിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. അതിനുശേഷം ഇവൾ ഹോസ്റ്റലിൽ എത്തുമ്പോഴാണ് സിദ്ധാർത്ഥ് എന്ന കുട്ടീനെ മരിച്ച നിലയിൽ കാണുന്നത്. സോ ഇങ്ങനെ ഒരു കേസ് നടക്കുന്നത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനെ വേറെ ആരും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ഈ കേസിനെ വഴിതിരിച്ച് വിടാൻ ശ്രമിക്കുന്നതോ അല്ല. കാരണം ഈ കുട്ടി ഓക്കെ, അപ്പൊ ഈ പെൺകുട്ടിയായിട്ടുള്ള സിദ്ധാർത്ഥന്റെ ആ ഒരു കേസ് ചിലപ്പോ ഈ പറഞ്ഞ പോലെ നടന്ന സംഭവമായിരിക്കാം. ബട്ട് സിദ്ധാർത്ഥനെതിരെ ഈ കുട്ടിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കുന്നത് 18-ാം തീയതിയാണ്. അപ്പോൾ ആ കുട്ടി വീട്ടിലായതുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കൊടുപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സംഗതി വരും. പക്ഷേ ഈ സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷം അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 18-ാം തീയതി കുട്ടിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതാണെങ്കിലും ഒരു സീനിയർ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കാൻ വേണ്ടി വന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആൻഡ് ബൈ ദ വേ ഈ പെൺകുട്ടിക്ക് മലയാളം അറിയില്ല, KV-യിലാണ് പഠിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനിടയിൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു സീനിയർ ലേഡി ഇടപെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മേ ബി അതങ്ങനെ ഒരു നറേറ്റീവ് വരാം. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥൻ മരിച്ചു. സിദ്ധാർത്ഥൻ മരിച്ചത് ഈ ആൾക്കൂട്ട ആക്രമണവും ഇവരുടെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഈ എന്താ പറയുക ഒരാളെ ഇല്ലായ്മ ചെയ്യില്ലേ മാനസികമായും ശാരീരികം, അത് കൃത്യമായി അവിടെ നടന്നിട്ടുണ്ട്. അതിനൊരു റീസൺ ഇതാണ് പിടിച്ചിടാം എന്നുള്ള രീതിക്ക് ഇനിയിപ്പോൾ ഈ പെൺകുട്ടിയായിട്ടുള്ള ഇൻസിഡൻറ്റ് പിടിച്ചിട്ടതാണോ അതോ സിദ്ധാർത്ഥനോട് ഇവർക്കുള്ള ഈ ഒരു പക, സ്വന്തം ക്ലാസ്സിലുള്ള കുട്ടികൾക്കടക്കം സിദ്ധാർത്ഥനോടുള്ള ഒരു പക രാഷ്ട്രീയമായിട്ട് ഫസ്റ്റ് ഇയറിൽ നടന്ന ആ ഒരു വിഷയത്തിൻ്റെ മുകളിൽ നിന്ന് വന്ന ഒരു ഇൻസിഡൻ്റ് ആണോ? ഈ ഫസ്റ്റ് ഇയറിൽ നിന്ന് നടന്ന ഈ ഇൻസിഡൻറ്റിൻ്റെ മുകളിൽ ആർക്കെങ്കിലും സിദ്ധാർത്ഥനോടൊരു പേഴ്സണൽ റിവെഞ്ച് ഉണ്ടോ, പാർട്ടിപരമായിട്ടൊരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടോ എന്നുള്ളത് പോലീസ് കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് എക്സാക്ട്ലി ഇവർ സിദ്ധാർത്ഥനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്ര ക്രൂരമായി മർദ്ദിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാനിങ് ഉണ്ടാക്കാൻ കാരണം എന്താണെന്നുള്ളത് അതിൽ നിന്ന് കൃത്യമായിട്ട് ചിലപ്പോൾ മനസ്സിലാവാം എന്നാണ് എൻ്റെ ഒരു ഊഹം. ഓക്കെ, എന്താണെങ്കിലും എനിക്ക് അറിയുന്ന കാര്യങ്ങളും എനിക്ക് പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളും എൻ്റെ കയ്യിൽ കുറച്ചുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ ഈവൻ ഐ എം ഹെൽപ്ലെസ് ഇൻ ദ സെൻസ് എന്താ പറയുക, ആ കാര്യം ഇപ്പോൾ പുറത്ത് ആ കാര്യങ്ങൾ വെച്ചാലും there are some other issues, അതുകൊണ്ടാണ്. ഓക്കെ, എന്താണെങ്കിലും
ഇതാണ് ഇപ്പോൾ ഇതിലൊരു അപ്ഡേറ്റ് എന്നല്ല, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പ്രസൻറ്റ് ചെയ്തത് സിദ്ധാർത്ഥൻ്റെ ഈ ഒരു കേസിൽ. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് ഇയർ നടന്ന ഇൻസിഡൻ്റ് ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് നോക്കി അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളോ പേരുകളോ ഈ പറഞ്ഞ സിദ്ധാർത്ഥൻ മരിച്ച ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ അവരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ പോലീസ് അന്വേഷണത്തിലോ അല്ലെങ്കിൽ മീഡിയാസ് അന്വേഷിക്കുക ദയവ് ചെയ്തിട്ട്. ഓക്കെ.